റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ടാത്ത ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുത്ത് അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഒട്ടും കട്ടയില്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ദോശ പാന് അതുപോലെ കുറച്ച് ഓയിലൊന്ന് തടവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തവി മാവ് ഇങ്ങനെ കോരി ഒഴിക്കാം. ഒരു തവിയല്ല 1-2 തവി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് പരത്തി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 1-2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് തന്നെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു, ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായി തന്നെ കൂട്ടി വെച്ചിട്ട് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ദോശയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. താങ്ക് യു.